സുപ്രീം കോടതി വളരെ വിശദമായി നമ്മുടെ വാദമുഖങ്ങൾ മുഴുവൻ കേട്ടു എന്നുള്ളത് തന്നെ ഒരു ആശ്വാസകരമായ കാര്യമാണ്. 2 ദിവസം എടുത്തുകൊണ്ട് എന്താണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ളത് കപിൽ സിബൽ അടക്കമുള്ളവർ ഉന്നയിച്ച വിഷയങ്ങൾ പൂർണ്ണമായും സുപ്രീം കോടതി കേട്ടു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാണ്. ഒരു ജനാധിപത്യം അതുപോലെ തന്നെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഒക്കെ കാത്തു സൂക്ഷിക്കപ്പെടുമെന്ന് ഉള്ള ഒരു സന്ദേശം സുപ്രീം കോടതിയുടെ ഒബ്സർവേഷനുകളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിന് അവരുടെ മറുപടികൾ പറയുന്നതിന് വേണ്ടി ഒരാഴ്ച സമയം കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കൊടുക്കുമ്പോഴും സുപ്രധാനമായ ചില കാര്യങ്ങൾ സുപ്രീം കോടതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതിനകത്ത് നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളെ ഉൾച്ചേർക്കാമെന്ന് പറയുന്നത് എക്സ് ഒഫീഷ്യോ ഒഴിച്ച് ബാക്കിയുള്ളതിലൊന്നും തൽക്കാലം തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ കോടതിയുടെ മുന്നിൽ വ്യവഹാരത്തിലിരിക്കുന്ന വിഷയങ്ങൾ വഖഫ് ബൈ യൂസർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡീനോട്ടിഫിക്കേഷൻ ഉടനെ ഇറക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം, അങ്ങനെ ഭരണഘടനയെ ലംഘിക്കുന്ന ധാരാളം അനുച്ഛേദങ്ങൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് ഈ അമെൻമെൻറ്റിൽ. അതിനൊക്കെ സുപ്രീം കോടതി ഒരർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷാപൂർവം തന്നെയാണ് നമ്മളൊക്കെ ഇതിൻ്റെ അന്തിമമായിട്ടുള്ള സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ സുപ്രീം കോടതി ഒരു തീരുമാനം പറയും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. നമ്മുടെ വാദങ്ങളെ വളരെ ഗൗരവത്തിൽ സുപ്രീം കോടതി എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. എപ്പോഴും ഞങ്ങൾ വാദിച്ചിട്ടുള്ളത്, ഈ നിയമം ഉണ്ടാക്കി പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കിയതുകൊണ്ട് ആ നിയമം നടപ്പിലാക്കാതെ പറ്റില്ല എന്ന് പറയുന്ന ഇടത്താണ് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒന്നും പാർലമെൻറ്റിന് പാസ്സാക്കാനുള്ള അവകാശമില്ല. ഭരണഘടനയുടെ അനുച്ഛേദങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഭരണഘടന ആദ്യം അമെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ നമ്മൾ എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്നത്. ആ നിയമങ്ങളിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോഴുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് 2 സഭകളും പാസ്സാക്കി പ്രസിഡൻറ്റിനെ കൊണ്ട് അംഗീകാരം വാങ്ങിയെടുത്താലും കോടതിയിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അനുച്ഛേദങ്ങൾ സ്ട്രൈക്ക് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാൻ അല്ലേ പറ്റുള്ളൂ. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതീക്ഷ അവർ ആഗ്രഹിച്ചത് അനുസരിച്ച് നടക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഈ ഉമീദ് എന്ന് പറയുന്ന പേരിടുമ്പോൾ തന്നെ, ഉമീദിൻ്റെ ഹിന്ദിയിലുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ ഹോപ്പ് എന്നാണ്, പ്രതീക്ഷ എന്നാണ്. ആ പ്രതീക്ഷ അസ്ഥാനത്താണ് എന്നുള്ള രീതിയിലായിരിക്കും സുപ്രീം കോടതി ഇതിൽ ഇടപെടുക എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളിപ്പം പ്രതീക്ഷയിലാണ്. അതല്ല, നമുക്ക് കോടതിക്ക് ഒരു നിയമം ഇഴകേറി പരിശോധിക്കണമല്ലോ. കോടതിക്ക് ഒരു കേസ് വന്ന ഉടൻ തന്നെ അതിൻ്റെ മുകളിൽ ഒരു തീരുമാനം പറയാൻ പറ്റില്ല. അതിൻ്റെ വാദങ്ങളും എതിർവാദങ്ങളും കേട്ട ശേഷമാണ് സുപ്രീം കോടതിക്ക് അതിലെന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുക. ഞങ്ങൾ സ്റ്റേക്കാൾ ഇത് മുഴുവൻ കോടതി പെട്ടെന്ന് കേട്ട് അതിൻ്റെ മുകളിൽ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഞങ്ങളും കൂടുതലായി പ്രതീക്ഷിക്കുന്നത്.
ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏതാണ്ട് 120ഓളം ഹർജികളാണ് കോടതിക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതിൽ 5 ഹർജികൾ ഒഴികെയുള്ള ഹർജികൾ എതിർപ്പാക്കുന്നു എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് 5 ഹർജികൾ മാത്രമാണ് ഇനി കോടതി പരിഗണിക്കാൻ പോകുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു? 5 ഹർജികൾ മാത്രമേ ഇനി കോടതി പരിഗണിക്കുന്നുള്ളൂ. അത് അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നോക്കിയിട്ടായിരിക്കും. പക്ഷേ ഈ 5 എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഈ 5 റിപ്പീറ്റേഷനാണോ, ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടതാണോ, അതൊക്കെ കോടതിയുടെ ഒരു വിവേചനാധികാരമാണ്. ഇതിൽ നിന്ന് 5 എടുക്കുമ്പോൾ 5 ഫുള്ളായിട്ട് കാര്യങ്ങൾ പറയുന്ന 5 പെറ്റീഷനാണെന്നുള്ള രീതിയിലായിരിക്കും അവരതിനെടുത്തിട്ടുണ്ടാവുക.